ഹായ് ഹലോ, എല്ലാവർക്കും സീരീസ് ലേണിംഗ് ജേർണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സീരീസ് ലേണിംഗ് ജേർണി. നമ്മൾ SSLC ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വീഡിയോ രണ്ട് പാർട്ടിലായിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു പോയിരുന്നത് അല്ലെ. രണ്ട് ഭാഗങ്ങളിലായിട്ട് ആ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓക്സിലേഷനിൽ നിന്ന് തുടങ്ങി റെസൊണൻസ് വരെയാണ് ഇത് നിൽക്കുന്നത്. ഇതുവരെയുള്ള ഭാഗം നല്ല താളമായിരിക്കണം. നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് നല്ല താളമായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി മുമ്പോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓക്സിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മുമ്പത്തെ രണ്ട് വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് പോകാം. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തരംഗചലനം അഥവാ വേവ് മോഷൻ. എന്താണ് വേവ് മോഷൻ അഥവാ തരംഗചലനം? എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം, അതായത് ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് എന്ത്? വേവ് മോഷൻ അഥവാ തരംഗചലനം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്റെ കയ്യില് ഒരു സ്ലിംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ലിംഗി പരിചിതമായിരിക്കും അല്ലെ. ഇതാണ് പരിചിതമല്ലാത്തവർക്ക് ഇതാണ് സ്ലിംഗി. ഓക്കെ, ഞാൻ വേവ് മോഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഈ സ്ലിംഗി ഞാനിന്ന് വലിച്ചു. കാണോ അദ്ദേഹം? എന്നിട്ട് ഞാൻ ഇത് കണ്ടോ, ഈ ലെഫ്റ്റ് ഹാൻഡിൽ ശ്രദ്ധിക്കണം. ഞാൻ ഇത്രയും പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങ് വിടാൻ പോവുക. ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് വിടുന്നു. കണ്ടോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ സ്ലിംഗിയുടെ കോയിൽ മൂവ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് പോകുന്നുണ്ടോ? ഒന്നും കൂടെ ചെയ്യാം. ഇത് കണ്ടോ, ഞാന് കുറച്ചു ഭാഗം ഈ എൻഡിൽ പിടിച്ചു, എന്നിട്ട് ഇത് വിട്ടു. കണ്ടോ? എന്താ ആ കോയിൽ അവിടെ തന്നെ, സ്ലിംഗിയുടെ കോയില് അതുപോലെ തന്നെ ഉണ്ട് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? സ്ലിംഗി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഞാൻ ഇവിടെ ഒരു എന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു വിട്ടു. അപ്പൊ എന്താ ചെയ്തത്? എന്റെ കൈ കൊണ്ട് ഞാനിവിടെ ഒരു ഊർജം കൊടുത്തു അല്ലെ. അപ്പം ഈ മാധ്യമത്തിന്റെ, അതായത് ഞാൻ പറയുന്ന സ്ലിംഗിയാണ് ഇവിടെ മാധ്യമം അല്ലെ. അപ്പം ഈ സ്ലിംഗിയുടെ ഒരറ്റത്ത് ഞാനൊരു ഊർജം കൊടുത്തപ്പോ ആ ഊർജമാണ് ഇങ്ങോട്ടേക്ക് പ്രസരിക്കുന്നത്. അല്ലാതെ ഈ സ്ലിംഗിയുടെ കോയിലുകൾ മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. പകരം ഞാൻ ഇവിടെ കൊടുത്ത ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് കമ്പനം മൂലം പ്രസരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സിംപിളി ഇത് തന്നെയാണ് വേവ് മോഷൻ. മനസ്സിലായോ? നമ്മളിപ്പോ അത് കുറച്ചും കൂടി ഒന്ന് വിശകലനമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് അത് കാര്യം വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിരിക്കുന്നത് എന്താ? ഒരു ലോങ് ട്രാൻസ്പെറന്റ് ട്യൂബ്, വൺ എൻഡ് അതിന്റെ ഒരു വശം ക്ലോസ്ഡ് ആയിട്ടുള്ള അടച്ചു വെച്ചിരിക്കുന്ന ലോങ് ട്രാൻസ്പെറന്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള ഒരു ലോങ് ട്രാൻസ്പെറന്റ് ട്യൂബിന്റെ അകത്തേക്ക് കുറച്ച് പേപ്പർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡ് ക്ലോസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു എൻഡില് ഒരു സ്പീക്കർ ഘടിപ്പിക്കുകയാണ്. ഈ സ്പീക്കർ കൂടെ നമ്മൾ സെയിം ഫ്രീക്വൻസിയിലുള്ള ലൗഡ് വോയിസ് ഓൺ ആക്കി കൊടുക്കും. അതായത് ഒരേ ആവൃത്തിയിലുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ഓൺ ആക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? പേപ്പർ ബോൾസ് അവിടെ കമ്പനം, വൈബ്രേഷൻ ഉണ്ടാവും അല്ലെ. വൈബ്രേഷൻ ഉണ്ടാവുമ്പോ എന്ത് സംഭവിക്കും? പേപ്പർ ബോൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ലിംഗിയുടെ കേസ് ഞാൻ കാണിച്ച സ്ലിംഗിയുടെ കേസ് എന്താ? ഞാൻ സ്ലിംഗിയിൽ ഈ വശത്ത് നിന്ന് ഞാൻ ഊർജം ഇങ്ങനെ പിടിച്ചു വിട്ടപ്പോ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അതുപോലെ തന്നെയാണ് സൗണ്ട് ഓൺ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിനകത്തുള്ള പേപ്പർ ബോൾസ് എന്തായും വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ ആ പേപ്പർ ബോൾസ് ഒക്കെ നീങ്ങിയാൽ മറ്റേ എന്തിലേക്ക് പോകുമോ? ഇല്ല. പകരം എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം ചെയ്യും. അപ്പൊ എന്താ? ഇങ്ങനത്തെ ഒരുപാട് പേപ്പർ ബോൾസ് ഉണ്ട് അല്ലെ. ഒരു പേപ്പർ ബോളിൽ നിന്ന് അടുത്ത പേപ്പർ ബോളിലേക്ക്, അവിടുന്ന് അടുത്ത പേപ്പർ ബോളിലേക്ക്, അടുത്തതിലേക്ക് അങ്ങനെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഈ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിച്ച ഊർജം അത്
മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ വേവ് ഉണ്ടാവുകയും കാണുമ്പോ ഇങ്ങനെയാണ് വേവ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ പാർട്ടിക്കിൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ജലാശയത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാല് അവിടെ ഒരു ഓളങ്ങൾ ഉണ്ടാവത്തില്ല, ഇങ്ങനെ ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാവും, ഇല്ല ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഇലയോ എന്തെങ്കിലും കുളം ഇലയോ എന്തെങ്കിലും അവിടെ കാണും. അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ പോലെ, അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ഒരു ബക്കറ്റ് എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് നമ്മള് പേപ്പർ ബോൾസ് ഇടുന്നു, അതിങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു കല്ലെടുത്തിടുന്നു. അപ്പൊ എന്ത് ഇവിടെ ഒരു ഓളം ഉണ്ടാവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ പേപ്പർ ബോൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഈ പേപ്പർ ബോൾ ഇങ്ങനെ അതായത് മുകളിലേക്ക് താഴേക്കുമാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കമ്പനം ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കമ്പനം ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ ആ പേപ്പർ ബോൾസിന്റെ മൂവ്മെന്റ് പറയാനായിട്ടാണ് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരുന്നത്. കാരണം പേപ്പർ ബോൾസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് ഇതിലേക്ക് കൊടുക്കും, വീണ്ടും ഇത് വൈബ്രേറ്റ് ചെയ്യും, വീണ്ടും ഇതിലേക്ക് പോകും, അങ്ങനെ ഇത് വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ എന്തോ സംഭവിച്ചത്, നമ്മുടെ ഈ എക്സ്പെരിമെന്റിൽ എന്താ പേപ്പർ സൗണ്ട് ഓൺ ആക്കിയപ്പോ പേപ്പർ ബോൾസ് കമ്പനം ചെയ്യാൻ തുടങ്ങി അല്ലെ? കമ്പനം ചെയ്ത് ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കി, ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ആധാരമാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫ്ലോക്ക് കമ്പനം ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെ? അതിന്റെ ഭാഗമായിട്ട് അവിടെ വേവ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അത് ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് വേവ് മോഷൻ. നിങ്ങൾ ആ സ്ലിങ്കി ആയിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഞാൻ ഒരു വശത്തേക്ക് ഇതിന് ഊർജ്ജം എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ്, ഞാൻ ഇതിനെ വലിച്ചെടുത്ത് വിട്ടപ്പോഴത്തെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കമ്പനം ഉണ്ടായി, വൈബ്രേഷൻ ഉണ്ടായി. പക്ഷെ ആ കോയിലുകൾ നീങ്ങി ഇപ്പത്തെങ്കിലേക്ക് വന്നോ? ഇല്ല. പക്ഷെ എന്താണ് അവിടെ ഉണ്ടായത്? സ്ലിങ്കിയുടെ ആ കോയിലൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മൂവ്മെന്റ് മാത്രമാണ് അവിടെ ഉണ്ടായത്. അത് കോയിൽ ഫുള്ള് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നോ? ഇല്ല. അങ്ങനെ ഫുള്ള് വരാതെ എന്നാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? കമ്പനം ചെയ്യുന്നുണ്ട് അല്ലെ? ഇത് തന്നെയാണ് വേവ് മോഷൻ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓക്സിഡേഷനിലൂടെ, അതായത് ദോലനങ്ങളിലൂടെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് കൃത്യമായ ഇടവേളയിൽ, അതായത് കൃത്യമായ ഇടവേളയിൽ ഇങ്ങനെ പ്രസരിക്കുന്നതിനെയാണ് എന്താ പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? വേവ് മോഷന് ഡെഫിനിഷൻ എങ്ങനെ പറയാം? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് to the other parts through oscillation is called wave motion. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ആണല്ലേ? തുടർച്ചയായി പ്രസരിക്കുന്നതാണ്. അതായത് ഓക്സിലേഷനിലൂടെ കിട്ടുന്ന ഊർജം ഒരു ഭാഗത്ത് നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ തുടർച്ചയായി പ്രസരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ അഥവാ തരംഗചലനം എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട്, നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ചുറ്റും എയർ എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട്, വായു എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ കമ്പനം ചെയ്താണ് സൗണ്ട് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കേൾക്കുമ്പോ, സംസാരിക്കുമ്പോ അവിടെ കേൾക്കുന്നത് പോലെ നമ്മൾ മൈക്കിലൊക്കെ സംസാരിക്കുമ്പോ അങ്ങ് വരെ കേൾക്കുന്നത് അതെന്താണ്? കമ്പനം ചെയ്ത് ഇങ്ങനെ എയർ എന്ന മീഡിയത്തിൽ വൈബ്രേറ്റ് ചെയ്താണ്, അങ്ങനെ ഊർജം കൈമാറ്റം ചെയ്താണ് പോകുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജലാശയത്തിൽ ഒരു കല്ലെടുത്ത് എറിയുമ്പോ ഉണ്ടാകുന്ന ഓളങ്ങൾ അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ വേറെ ഉദാഹരണം, ഒരു നൂല് നീട്ടി പിടിച്ചിട്ട് നമ്മളിങ്ങനെ നണിച്ചു നോക്കുമ്പോ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ലേ? അത് ഇതിപ്പോ ഒരു ഉദാഹരണമാണ്. അതിന് കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഉദാഹരണങ്ങളൊക്കെ ചോദിക്കാം. വേവ് മോഷന് അല്ലെങ്കിൽ വേവ്സിന് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവ്സിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ. എന്തൊക്കെയാ ഉദാഹരണങ്ങൾ? റേഡിയോ വേവ്സ് പറയാം അല്ലെ? നമുക്കറിയാം റേഡിയോ വേവ്സ്. സീസ്മിക് വേവ്സ് കേട്ടിട്ടുണ്ടോ? അതായത് ഭൂകമ്പം ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന വേവ്സ്. അതായത് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റില്, ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിംപിളി നിങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിലുണ്ടാകുന്ന വേവ്, അത് ഈ വേവ് ഉണ്ടാകുമ്പോഴാണ് ഭൂമിയുടെ പുറത്തേക്ക് എന്തുണ്ടാകുന്ന എർത്ത് അഥവാ ഭൂകമ്പം ഉണ്ടാകുന്നത്. ആ സീസ്മിക് വേവ്സ് വേവ്സിന് ഉദാഹരണമാണ്. പിന്നെ ഇൻഫ്രാറെഡ് റേസ്, എക്സ് റേസ്, ഗാമ റേസ്, വിസിബിൾ ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇൻഫ്രാറെഡ് റേസ്, ഗാമ റേസ്, അൾട്രാ വയലറ്റ് റേസ്, ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടുതലായിട്ട് നിങ്ങൾ ഹയറിലൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. അതായത് ഇതിൽ വേവ്സിന്റെ ഉദാഹരണങ്ങൾ അല്ലെ? ഇൻഫ്രാറെഡ് റേസ്, അൾട്രാ വയലറ്റ് റേസ്, ഗാമ റേസ്, പിന്നെ റേഡിയോ വേവ്സ്, റിപ്പിൾസ് ഓൺ ദി വാട്ടർ അല്ലെ? അതായത് ഇപ്പൊ ഒരു ജലാശയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഓളങ്ങൾ,
ഇതെല്ലാം വേവ്സിന് ഉദാഹരണങ്ങളാണ് അല്ലെ. വേവ്സിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ കുറച്ചധികം നോക്കി വെക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ട്, നമ്മൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിലൂടെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം, നമ്മൾ കാണുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. എന്നാലേ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ കാണാപ്പാഠം പഠിച്ച് ഡെഫിനിഷൻ കാണാപ്പാഠം പഠിക്കുക, ഉദാഹരണങ്ങൾ കാണാപ്പാഠം പഠിക്കുക, ടേബിൾസ് തരംതിരിക്കുന്നത് കമ്പയർ ചെയ്യുന്നത് കാണാപ്പാഠം പഠിക്കുക, ഇതൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാതെ തന്നെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഫിസിക്സിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഉദാഹരണങ്ങളിലൂടെയും ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡെയിലി കണക്ട് ചെയ്ത് പഠിക്കുക. അതായത് ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾ കൺസെപ്റ്റിലേക്ക് എത്താൻ നോക്കുക. അല്ലാതെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നതല്ല ഒരു ശരിയായ രീതി. ഓക്കെ, കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഉദാഹരണം ആദ്യം കണ്ടെത്തുക, അതിൽ നിന്ന് നിങ്ങൾ കൺസെപ്റ്റിലേക്ക് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ സീസ്മിക് വേവ്സ്, റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, ഇതെല്ലാം ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇതിനൊക്കെ വേവ്സിന്റെ പ്രത്യേകതകളുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ലൈറ്റ് വേവ്സിന്റെ കാര്യം പറഞ്ഞല്ലേ. ലൈറ്റ് വേവ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. സൂര്യനിൽ നിന്നും പ്രകാശം, അതായത് സൂര്യൻ നിൽക്കുന്നു അല്ലെ, ഇവിടെ സൂര്യൻ, ഇവിടെ നമുക്ക് ഭൂമി എന്ന് വെച്ചോ. ഓക്കെ, എർത്ത് നിൽക്കുന്നു, ഇവിടെ സൺ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, സ്പേസ് ആണല്ലേ. ഇവിടെ എല്ലാം സ്പേസ് ആണ്, ശൂന്യതയാണല്ലേ, ഇവിടെ ഒന്നുമില്ല അല്ലെ. അപ്പൊ ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നില്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഭൂമിയിലേക്ക് എത്തത്തില്ലേ? എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു മാധ്യമം ഉണ്ടോ? മാധ്യമം ഇല്ല അല്ലേ. ഡയറക്റ്റ് സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് ലൈറ്റ് എത്തുന്നില്ലേ? അവിടെ ഒരു ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്നേരം അവിടെ ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാതെ തന്നെ ലൈറ്റ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നുണ്ട് അല്ലെ. അതുപോലെ ഞാൻ വാട്ടർ വേവ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും എടുത്തു നോക്കേ. നമ്മളൊരു കല്ലെടുത്ത് എറിയുമ്പോ ഒരു പോണ്ടില്, ഒരു കുളത്തിൽ നമ്മളൊരു കല്ലെടുത്ത് എറിയുമ്പോ അവിടെ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, വേവ്സ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താ, അവിടെ ഒരു മീഡിയം ഉണ്ട്, വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട് അല്ലേ. അപ്പൊ എന്തായിരിക്കും, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ മീഡിയം, അതായത് മീഡിയം പ്രസരിക്കാൻ ഒരു മീഡിയം ആവശ്യമുള്ളത്, പ്രസരിക്കാൻ ഒരു മീഡിയം ആവശ്യം ഇല്ലാത്തത്, അങ്ങനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്താണ്? ഒന്ന് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ. മറ്റൊന്നെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ. എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെക്കാനിക്കൽ വേവ്സിന് എന്താ വേണം? ഒരു മാധ്യമം ആവശ്യമാണ്. ഒന്നുകിൽ എയർ, അല്ലെങ്കിൽ ലിക്വിഡ്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു മാധ്യമം, ഒരു മീഡിയം എന്തിനാവശ്യമാണ്? മെക്കാനിക്കൽ വേവ്സിന് ആവശ്യമാണ്. പ്രസരിക്കാൻ, അതായത് പ്രേഷണം ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമുള്ളതാണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. എന്നാൽ പ്രേഷണം ചെയ്യാൻ അഥവാ പ്രസരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ലാത്ത വേവാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ലൈറ്റിന്റെ കാര്യം. ലൈറ്റ് ട്രാവൽ ചെയ്ത് അവിടെ ഒരു മീഡിയം ഉണ്ടോ? ഇല്ല. സണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് ഡയറക്റ്റ് വരുന്നില്ല ലൈറ്റ്. അപ്പൊ അതിന് വേറെ ഉദാഹരണങ്ങൾ എന്താ? ഇൻഫ്രാറെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ലൈറ്റ് വേവ്സ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് അവിടെ എന്താണ്? മീഡിയം വേണ്ട, മാധ്യമം വേണ്ട, പ്രേഷണം ചെയ്യാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള വേവ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതേസമയം ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ വേവ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേഷണം ചെയ്യാൻ അതിനൊരു മാധ്യമത്തിന്റെ ആവശ്യം, ഒന്ന് എയർ, ലിക്വിഡ്, ഗ്യാസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട് പ്രേഷണം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്താ? യാന്ത്രിക തരംഗങ്ങൾക്ക് അങ്ങനെ ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൗണ്ട് വേവ്സ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെ. സൗണ്ട് വേവ്സ്, എയർ എന്ന് പറയുന്ന ഒരു മീഡിയം വേണം അവിടെ അല്ലെ. അപ്പൊ മെക്കാനിക്കൽ വേവ്സിന് ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ വേവ്സിന് ഉദാഹരണം എന്തൊക്കെയാണ്? അതായത് ഇതിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ് അല്ലെ. മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള വേവ്സ് പറഞ്ഞേ.
ഏതാണ്? സീസ്മിക് വേവ്സ് അല്ലെ? ഭൂകമ്പം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല, ഇനി മീഡിയം വേണം അല്ലെ? അതായത് സൗണ്ട് വേവ്സ്. ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? മെക്കാനിക്കൽ വേവിന് ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തരംതിരിച്ചൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിനെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, അല്ലെങ്കിൽ കുറച്ച് വേവ്സ് കോമൺ ആയിട്ട് കുറച്ച് വേവ്സ് തന്നിരിക്കും. ഇതിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചെയ്ത് മെക്കാനിക്കൽ വേവ്സ് ചെയ്ത് അങ്ങനെ തരംതിരിച്ച് എഴുതാൻ ചിലപ്പോൾ തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ വേവ്സിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ. സീസ്മിക് വേവ്സ് അല്ലെ? സീസ്മിക് വേവ്സ് ഇതിന് ഉദാഹരണമാണ് അല്ലെ? പിന്നെ എന്തുണ്ട്? റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ അല്ലെ? റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, ജലാശയങ്ങളിൽ കൂടെ ഉണ്ടാവുക റിപ്പിൾസ് അല്ലെ? ഓളങ്ങൾ. വേവ്സ്, സൗണ്ട് വേവ്സ് എന്തിന് ഉദാഹരണമാണ്? മെക്കാനിക്കൽ വേവ്സ് ഉദാഹരണമാണ് അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഇതൊക്കെ ഉദാഹരണം. ഇൻഫ്രാറെഡ് റേസ് പറയാം അല്ലെ? ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് റേസ്, പിന്നെ ലൈറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, അങ്ങനെ പോകുന്നത് അല്ലെ? ഗാമ റേസ്. അങ്ങനെ ഇതെല്ലാം എന്താണ്? നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട്, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട്. അതായത് ഇലക്ട്രിക് നമുക്ക് കാണാൻ പറ്റുമോ? വൈദ്യുതി ഉണ്ടെന്നറിയാം, നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? മാഗ്നറ്റിക് കാന്തം ഒട്ടുമെന്ന് നമുക്കറിയാം. കാന്തം ഇതിലേക്ക് കാണിക്കുമ്പോൾ, ഒരു മെറ്റലിലേക്ക് കാണിക്കുമ്പോൾ അത് ഒട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ കാണാൻ പറ്റാത്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാല് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങളെ കുറിച്ച് കൂടുതൽ നോക്കാം. ഓക്കെ, മെക്കാനിക്കൽ വേവ്സ് തന്നെ രണ്ട് തരമുണ്ട്. അതായത് മെക്കാനിക്കൽ വേവ്സിന് ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അഥവാ അനുദൈർഘ്യ തരംഗം. പിന്നെ ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ് അഥവാ അനുപ്രസ്ഥ തരംഗം. നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് നോക്കാം. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ വേവ് ഇങ്ങനെയാണ് പോകുന്നത്, വേവ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇതിന് പാരലായിട്ടായിരിക്കും, അതായത് സമാന്തരമായിട്ടായിരിക്കും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് വേവിന്റെ ഡയറക്ഷന് സെയിം ആയിട്ട് തന്നെ ആയിരിക്കും എന്ത് പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ട്രാൻസ്പെറന്റ് ട്യൂബിനകത്ത് പേപ്പർ ബോൾസ്, നമ്മൾ ആ എക്സ്പെരിമെന്റ് കാര്യം പറഞ്ഞില്ലേ, പേപ്പർ ബോൾസ് ഇടുമ്പോഴുള്ള കാര്യം പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേക്കെ. അപ്പൊ അത് കണക്ക് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ ഇതിങ്ങനെ അടുത്തടുത്തായിട്ടോ, പേപ്പർ ബോൾസ് കുറച്ച് സ്ഥലങ്ങളിൽ അടുത്തടുത്തായിട്ടും, കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ദൂരെയായിട്ടും, വീണ്ടും അടുത്തടുത്തായിട്ടും, വീണ്ടും ദൂരെയായിട്ടും, വീണ്ടും അടുത്തടുത്തായിട്ടും അങ്ങനെ ഞാൻ കാണപ്പെടുന്നുണ്ട് അല്ലെ? അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സൗണ്ട് വേവ്സ്, അതായത് ഒരു സൗണ്ട് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത്, ട്യൂണിംഗ് ഫോർക്കിൽ രണ്ട് ഭുജങ്ങളുണ്ട് അല്ലെ? ഇത് രണ്ട് ഭുജങ്ങളാണ്, ഒരു സ്റ്റെം ഉണ്ട്. നമ്മൾ ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അടിച്ച് നമ്മൾ ഇതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ഇതൊരു സൗണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് പുറപ്പെടുവിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഈ സൗണ്ട് ചുറ്റുമുള്ള എയറിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും അല്ലെ? അപ്പൊ ഇവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന വൈബ്രേഷനിൽ ഇവിടെ ഒരു ചുറ്റിനും സറൗണ്ടിങ്സിൽ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. അതായത് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ, ഇവിടെ ഈ ട്രാൻസ്പെറന്റ് ട്യൂബിന്റെ കാര്യം പറഞ്ഞതുപോലെ പേപ്പർ ബോൾസ് ഇങ്ങനെ അടുത്തടുത്തായി ദൂരത്തായും കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു റീജിയൻ ഉണ്ടാവും. അതായത് ഇവിടെ പ്രഷർ, ഇവിടെ എയർ പ്രഷർ ഈ അടുത്തടുത്തായിട്ട് കാണുന്ന ഭാഗത്ത് എയർ പ്രഷർ കൂടുതലായിരിക്കും. അവിടെ മോളിക്യൂൾസ് അടുത്തടുത്തായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ ഇങ്ങനെ ദൂരെയായും, വീണ്ടും അടുത്തടുത്തായും, ക്രമമായ ഇടവേളകൾ അങ്ങനെ അടുത്തടുത്തായും, വീണ്ടും ദൂരെയായും അങ്ങനെ കാണപ്പെടും. അതിന് നമ്മൾ ഈ അടുത്തടുത്ത് ഇവിടെ എയർ പ്രഷർ കൂടുമ്പോൾ ആ റീജിയനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. കംപ്രഷൻ റീജിയൻ. ഈ ദൂരെയായിട്ട് കാണുന്നതിനെ നമ്മൾ റെയർ ഫാക്ടർ എന്ന് പറയും അല്ലെ? അങ്ങനെ കംപ്രഷനും റെയർ ഫാക്ടറും ഉണ്ടാവുമ്പോഴാണ് എന്ത് സൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഇതുപോലാണ്. അതായത് അടുത്തടുത്ത ക്രമമായ ഇടവേളകളിൽ ഉണ്ടാകുന്ന കംപ്രഷനും റെയർ ഫാക്ടറും മൂലമാണ് എന്തുണ്ടാകുന്ന സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് അല്ലെ? കംപ്രഷൻ എന്ന് പറഞ്ഞാല് ഉച്ചമർദ്ദം, മലയാളം എന്താണ്? ഉച്ചമർദ്ദ മേഖല. റെയർ ഫാക്ടർ എന്ന് പറയുമ്പോൾ
നീചമർദ്ദ മേഖല, അങ്ങനെയുള്ള ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഈ പ്രഷർ വേരിയേഷൻ ഉണ്ടാകും നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെയുള്ള ഈ രണ്ടും, ഈ കംപ്രഷനും റേഫാക്ഷനും, അതായത് ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഇടവേളകളിൽ ഉണ്ടാകുമ്പോഴാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലേക്ക് തന്നെ വരാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. Longitudinal waves എന്താണ്? Longitudinal waves are those in which the particle in the medium vibrate parallel to the direction of propagation of the wave. അതായത് നമ്മളിവിടെ പറഞ്ഞ propagation of the wave. Longitudinal wave എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടല്ലോ, അതായത് വേവ് പ്രേഷണം ചെയ്യുന്നതിന്റെ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് എന്ത് പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. മനസ്സിലായോ പറഞ്ഞത്? അടുത്തത് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ. ട്രാൻസ്വേഴ്സ് വേവ് അഥവാ മലയാളം എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അഥവാ അനുദൈർഘ്യ തരംഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. അതായത് വേവ് പ്രേഷണം ചെയ്യുന്ന ദിശയ്ക്ക്, അതായത് വേവ് പ്രേഷണം ചെയ്യുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ട് പാരലായിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്താന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ലോങ് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി, ആലോചിച്ചാൽ മതി. അത് ലോഞ്ചിറ്റ്യൂഡിനൽ, അതായത് സമാന്തരമായിട്ട് രണ്ട് ഡയറക്ഷൻ ഓഫ് വേവ് ഇതാണ്. പാർട്ടിക്കിൾ ഇങ്ങനെയാണല്ലോ. അപ്പൊ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും രണ്ടും പാരലാണ്. അപ്പോഴാണ് അതിന് എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സ് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്ട്രിങ്, ഒരു നൂല് ഇങ്ങനെ, ഒരു ആണി ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ട് അതിങ്ങനെ ഇപ്പുറത്തോടെ ഒരു നൂലിങ്ങനെ ആണിലൂടെ എന്നിട്ട് അത് ഇങ്ങനെ ഇപ്പുറത്തോടെ ഒരു വെയിറ്റ് കൊടുത്ത് ടേബിളിന് പുറത്തോടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്പ്രിങ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ സ്പ്രിങ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ, ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ നോക്കി നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്? ഈ സ്പ്രിങ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതായത് ഇങ്ങനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ്, സമാന്തരമായിട്ടാണ്. ഇവിടെ ലംബമായിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. വേവ് പോകുന്ന ദിശ ഇതാണെങ്കിലും പാർട്ടിക്കിൾ എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കുമാണ് പാർട്ടിക്കിൾ ഇവിടെ മൂവ് ചെയ്യുന്നത്. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലംബമായിട്ട്. അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ ലംബം 90 ഡിഗ്രി വരുന്നതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ലംബമായിട്ടാണ് എങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നു. അതായത് മാധ്യമത്തിലെ തരംഗങ്ങൾ പ്രേഷണം ചെയ്യുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെ അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. മനസ്സിലായോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താ? സമാന്തരമായിട്ട് അല്ലെ. ആ ഡയറക്ഷൻ ഓഫ് വേവും സെയിം, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന, വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നതും ഒരേ ദിശയിലായിരിക്കും. ഇവിടെ എന്തായിരിക്കും? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ലംബമായിട്ടായിരിക്കും പാർട്ടിക്കിള് കമ്പനം ചെയ്യുന്നത് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ നമ്മൾ പറഞ്ഞു കംപ്രഷൻസും റേർഫാക്ഷൻസും ഉണ്ടാവുമെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടാവും? വേവ് ഇങ്ങനെ പോകുന്നു. ഇവിടെ ലംബമായിട്ടാകുമ്പോ എന്താ ഉണ്ടാവും? നോക്കി ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? ക്രസ്റ്റ്. ഇതിനെ ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ് അഥവാ ശൃംഗങ്ങൾ. ഇവിടെ ഇതിനെ എന്തൊക്കെ പറയും? ഗർത്തങ്ങൾ അഥവാ ട്രഫ് എന്ന് പറയും. ട്രഫ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ട്രാൻസ്വേഴ്സ് വേവില് നമ്മള് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ കംപ്രഷൻസും റേർഫാക്ഷൻസും ഉണ്ടാവും പറഞ്ഞല്ലേ. അതേ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ക്രസ്റ്റും ട്രഫും ആണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ട്രാൻസ്വേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? When the particle of a medium vibrate perpendicular to the direction of propagation of the wave, they are called transverse wave. ഞാൻ പറഞ്ഞു എന്താണ്? When the particle of a medium, ഒരു മാധ്യമത്തിലെ പാർട്ടിക്കിള് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന, അതായത് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഡയറക്ഷന്
പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടാണ് പ്രശ്നം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറഞ്ഞല്ലേ. പിന്നെ പാർട്ടിക്കിൾ ഓഫ് എ മീഡിയം വൈബ്രേറ്റ് perpendicular to the direction of propagation of the wave, they are called transverse wave. അതായത് ഒരു വേവിന്റെ ഞാൻ നേരത്തെ കാണിച്ചു, വേവ് ഇങ്ങനെ പോകുന്നു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ക്രസ്റ്റ് ഉണ്ടാവുന്നതും ഇവിടെ ടഫ് ഉണ്ടാവുന്നതും നമ്മൾ പറഞ്ഞില്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനകത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ പാർട്ടിക്കിൾ എങ്ങനെയാണ് സമാന്തരമായിട്ടാണ് അല്ലെ. പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് സമാന്തരമായിട്ട്. വേവിന്റെ ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണ്, അതിന് സമാന്തരമായിട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ നമ്മളോട് ക്വസ്റ്റ്യൻ വേണ്ടി ചോദിക്കാം. ഒന്നെങ്കിലും ഫുൾ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് ഇതിൽ നിന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് എഴുതാൻ പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനകത്ത് എന്താണ് സമാന്തരമായിട്ടാണ് അല്ലെ, പാരലൽ ആയിട്ടാണ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് വേവിനകത്തോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് ലംബമായിട്ടാണ്, അതായത് പ്രേഷണം ചെയ്യുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ, കമ്പനം ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് പിന്നെന്താണ് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനകത്ത് പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ കംപ്രഷൻസും റേഫ്രാക്ഷൻസും ഉണ്ടാകുന്നു പറഞ്ഞു. കംപ്രഷൻ എന്ന് വെച്ചാൽ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാകും നമ്മൾ പറഞ്ഞിരുന്നേ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിനകത്തോ ക്രസ്റ്റും ട്രഫും ഉണ്ടാകും നമ്മൾ പറഞ്ഞില്ലേ. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകും നമ്മൾ പറഞ്ഞു. ഇവിടെ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ ട്രാൻസ്വേഴ്സ് വേവില്? ഇല്ല, പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നില്ല അല്ലെ. അപ്പൊ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീഡിയോ ഒന്ന് റിമൈൻഡ് ചെയ്ത് കാണുക കേട്ടോ. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ കൂടുതലായിട്ട് മുമ്പോട്ട് പോവാത്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഇത് കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ റിമൈൻഡ് ചെയ്ത് കാണുക. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇതുവരെയുള്ള പോർഷൻസ് ഡൗട്ട് ഇല്ലാതെ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. എന്നാല് അങ്ങോട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവുകയുള്ളൂ. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.